ഹായ്, ഞാൻ മുഹമ്മദ് റാഫി, സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. ഇന്ന് MBBS വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ പാരന്റ്സ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണോ അല്ലെങ്കിൽ കസാക്കിസ്ഥാനിലാണോ ബെറ്റർ ആയിട്ട് MBBS പഠിക്കാൻ പറ്റുക എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. കാരണം ഈയിടായിട്ട് ഒരുപാട് വിദ്യാർത്ഥികളും അവരുടെ പാരന്റ്സിന്റെ ഡൗട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സാർ ഏത് രാജ്യമാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കസാക്കിസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9th ലാർജസ്റ്റ് കൺട്രിയാണ്, സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്. പല ഭാഗങ്ങളും ഈസ്റ്റ് യൂറോപ്യൻ ഭാഗങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കസാക്കിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് അസ്താനയാണ്. പക്ഷെ ഫിനാൻഷ്യൽ ഹബ്ബ് കാര്യങ്ങളൊക്കെ വരുന്നത് അൽമാട്ടിയാണ്. ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ, ഉസ്ബെക്കിസ്ഥാൻ ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. അവരുടെ ബോർഡറൊക്കെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളാണ്. ഉസ്ബെക്കിന്റെ ക്യാപിറ്റൽ സിറ്റി വരുന്നത് തഷ്കന്റ് ആണ്. പക്ഷെ ഉസ്ബെക്കും അതുപോലെ തന്നെ ഇപ്പോൾ കസാക്കും പറയുകയാണെങ്കിൽ ഇന്ത്യൻസിനൊക്കെ വരാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രികളാണ്. എക്സ്പെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ്ബെക്കിൽ കുറച്ച് എക്സ്പെൻസ് കുറവായിരിക്കും, കാരണം കസാക്ക് കുറച്ച് ഡെവലപ്ഡ് കൺട്രിയാണ്. ട്രാവലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഉസ്ബെക്കും കസാക്കും വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന കൺട്രിയാണ്. ഏകദേശം 3 മണിക്കൂറാണ് ട്രാവലിംഗ് നമുക്ക് ഇവർക്ക് ഡൽഹിയിൽ നിന്ന് ഒരു 3 hours ആണ് ഉസ്ബെക്കിലേക്കാണെങ്കിലും കസാക്കിലേക്കും വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 3-ലധികം ഫ്ലൈറ്റുകൾ 2 രാജ്യത്തേക്കും ഉണ്ട്. വേറൊരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ കസാക്ക് ഓണറൽ വിസ ആയ കാരണം കൊണ്ടും അതുപോലെ ഒരുപാട് ഫ്ലൈറ്റ് അവൈലബിലിറ്റി ഒന്നും കൂടെ കൂടുതലുള്ളത് കൊണ്ടും മുൻകൂട്ടിയൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ വളരെ ചീപ്പായിട്ട് കിട്ടാൻ ടിക്കറ്റ് ഫെയർ വരുന്നത് കസാക്കായിരിക്കും. നമ്മൾ കറൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കസാക്കിലെ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെങ്കെ എന്ന് പറയുന്ന കറൻസിയാണ്. ഉസ്ബെക്ക് ആണെങ്കിൽ സോമാണ്. ഇപ്പോൾ കറൻസി ഇപ്പം ഒരു 100 രൂപ ഇന്ത്യൻ മണി ഉണ്ടെങ്കിൽ ടെങ്കെ വരുമ്പോൾ ഒരു 500 ടെങ്കെ എന്നുള്ള രീതിയിൽ വരും. ഉസ്ബെക്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ 100 രൂപ, നമ്മുടെ നാട്ടിൽ 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 15,000 സോമൊക്കെ വരും. അപ്പോൾ അത്രയും ഡിഫറൻസ് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ ഇതാവണ്ട, ഏകദേശം ഇന്ത്യയിലെ അതേപോലത്തെ എക്സ്പെൻസ് തന്നെയാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. കസാക്കിന്റെ മെയിൻ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിലെ എല്ലാ മൂലകങ്ങളും ഉള്ള ഒരു കൺട്രിയാണ് കസാക്കിസ്ഥാൻ. ഭാവിയിലൊക്കെ ദുബായ് പോലെ ആവാൻ ചാൻസ് ഉള്ള ഒരു കൺട്രി കൂടിയാണ് കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉസ്ബെക്കിലേക്ക് വരികയാണെങ്കിൽ ഉസ്ബെക്കിന്റെ റവന്യൂ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. കോട്ടൺ എക്സ്പോർട്ടിംഗ് ആണ് അവർ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡും കുറച്ച് റിച്ചസ്റ്റ് പീപ്പിളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കസാക്കിസ്ഥാൻ ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് വരും. കാരണം അവർ കൺട്രി വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് റിച്ചസ്റ്റ് വരുന്നത് കസാക്കിസ്ഥാനാണ്. യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പം യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട്, ഏകദേശം 1993 മുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കസാക്കിസ്ഥാനിലെ കസാക്ക് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ 1993 മുതൽ തന്നെ പഠിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ കാലങ്ങളായിട്ട് പല യൂണിവേഴ്സിറ്റിയിലും കസാക്കിസ്ഥാനിൽ പഠിച്ചിറങ്ങിയ ആളുകളുണ്ട്. അതുപോലെ ഉസ്ബെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതാണ്. അതായത് ഇപ്പോൾ യുക്രൈൻ വാറിന് ശേഷം ട്രാൻസ്ഫർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അധികം കുട്ടികളൊന്നും പഠിച്ച് പാസ് ഔട്ട് ആയിട്ടില്ല. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്റ്റുഡൻസിൻ്റെ പാരൻസും സ്റ്റുഡൻസൊക്കെ ചോദിക്കുന്നുണ്ട്, ഓരോ ഏജൻസികളും അവരവർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും കൺട്രിയാണ് പ്രൊമോട്ട് ചെയ്യാറ്. പക്ഷേ സ്റ്റഡി ലിങ്ക്സ് 2 കൺട്രിയിലും നമ്മളെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 കൺട്രി ആണെങ്കിലും നമുക്ക് അഡ്മിഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കസാക്കിസ്ഥാൻ തന്നെയാണ് 100% ബെറ്റർ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കസാക്ക് നാഷണൽ പോലുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ അത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. അക്രഡിഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉസ്ബെക്ക് ഇപ്പോൾ പുതിയതായതുകൊണ്ട് തന്നെ ഇപ്പോൾ WFME പോലുള്ള അക്രഡിഷൻസ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. പല യൂണിവേഴ്സിറ്റിക്കും ഉസ്ബെക്കിലുള്ളതിന് ഇല്ല. പക്ഷെ കസാക്കാണെങ്കിൽ പണ്ട് മുതലേ WFME ആണെങ്കിലും ECFMG ഒക്കെ അപ്രൂവൽ ഉള്ളത് കൊണ്ട് തന്നെ അക്രഡിഷൻ്റെ കാര്യത്തിൽ ഒന്നും കൂടെ ബെറ്റർ കസാക്ക് തന്നെയാണ്. പിന്നെ പല ഏജൻസികളും പറയുന്നുണ്ട് കസാക്കിലെ മെഡിക്കൽ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ 7 വർഷം മെഡിക്കൽ ഡിഗ്രി വേറെയാണ്, അല്ലെങ്കിൽ 7 വർഷം പഠിക്കണം, അത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അത് 7 വർഷമില്ല, 2021 മുന്നേ ആയിരുന്നു അങ്ങനെ. 2021 ശേഷം നമുക്ക് NMCയുടെ പുതിയ റൂൾസ് അനുസരിച്ചിട്ട് 5 year + 1 year ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ 6 year ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഉസ്ബെക്കിലേക്ക് വരികയാണെങ്കിലും സെയിം ഡ്യൂറേഷൻ തന്നെയാണ് വരുന്നത്, 5 + 1 എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ 2 സ്ഥലങ്ങളിലും MBBS ജനറൽ മെഡിസിൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. കോഴ്സിന്റെ നെയിം വരുന്നത്. ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ ക്ലൈമറ്റ് ആണ്, കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്.
ഇപ്പോൾ കസാക്കിലേക്കൊക്കെ വിൻ്റർ എക്സ്പ്ലോർ ചെയ്യാനാണ് ടൂറിസ്റ്റൊക്കെ ആയിട്ട് ഇവിടെ പല രാജ്യത്തുള്ള ദുബായ് അതുപോലെ തന്നെ പല കൺട്രിയിൽ നിന്നുള്ള ആളുകളൊക്കെ പോകുന്ന ഒരു രാജ്യമാണ് അൽമാട്ടിയൊക്കെ. അപ്പം അത്രയും തണുപ്പ് കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് അൽമാട്ടി. പക്ഷേ അത് ഇഷ്ടമുള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് കസാക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ കസാക്ക് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ ഷിൻകെൻഡിലെ സൗത്ത് കസാക്ക് മെഡിക്കൽ അക്കാഡമിയൊക്കെ ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അവിടെയൊക്കെ ക്ലൈമറ്റിനെ കൊണ്ട് ബുദ്ധിമുട്ട് കാര്യങ്ങൾ സ്റ്റുഡൻസിന് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉസ്ബെക്കിലേക്ക് വരികയാണെങ്കിൽ ഉസ്ബെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഫ്ഗാന്റെയും അതുപോലെ തജിക്കിസ്ഥാൻ്റെ ഒക്കെ ബോർഡർ ആയതുകൊണ്ട് തന്നെ ഏകദേശം ക്ലൈമറ്റ് നമ്മുടെ നാട്ടിലൊരു ക്ലൈമറ്റ് കിട്ടും. അപ്പോൾ ക്ലൈമറ്റ് ബേസ് ഒന്നും കൂടെ ബെറ്റർ ശരിക്ക് ഉസ്ബെക്കാണ്. അപ്പോൾ പക്ഷേ കസാക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല സ്റ്റുഡൻസിന്. ക്ലൈമറ്റ് ബേസ് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ തണുപ്പുള്ളത് കസാക്കാണ്, തണുപ്പ് കുറവ് ഉള്ളത് ഉസ്ബെക്കിസ്ഥാനാണ്. FMG പാസ് പെർസെൻറ്റേജിൻ്റെ റേഷ്യോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കസാക്കിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ച് പാസ് ഔട്ടായിട്ട് FMG ക്ലിയർ ചെയ്ത് ഇവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഉസ്ബെക്കിലേക്ക് വരികയാണെങ്കിൽ ഉസ്ബെക്കിൽ പുതിയതായതുകൊണ്ട് തന്നെ ആരും പഠിച്ച് പാസ് ഔട്ട് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് FMG പാസ് പെർസെൻറ്റേജിൻ്റെ റേഷ്യോ കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കസാക്കാണ് ബെറ്റർ ഓപ്ഷനായിട്ട് വരുന്നത്. ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസാക്കിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി യൂറോപ്പ് ടച്ച് ആയതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. ഉസ്ബെക്കിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി ട്രഡീഷണൽ ആണ്, അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ് അവിടെയുള്ള ആളുകൾ. പക്ഷേ കുറച്ച് എഡ്യൂക്കേറ്റഡ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കസാക്കായിരിക്കും കുറച്ച് എഡ്യൂക്കേഷൻ വൈസ് കുറച്ചും കൂടെ ആളുകൾക്ക് ഉള്ളത് എന്ന് പറയാൻ. 2 കൺട്രിയെ കുറിച്ച് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഈ 2 കൺട്രിയിലും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ബെറ്റർ സ്റ്റഡി വരുന്നത് MBBS എന്ന് പറയുന്നത് കസാക്കിസ്ഥാൻ ആയിരിക്കും. എന്ന് കരുതി ഉസ്ബെക്കിസ്ഥാൻ മോശമല്ല. ഉസ്ബെക്കിലെ തഷ്കൻഡ്, അതുപോലെ തന്നെ സമർക്കണ്ട്, അതുപോലെ തന്നെ ഫർഗാന പോലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് തോന്നുന്നത് 100% കസാക്കിസ്ഥാൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവും. ഇനി ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ബൈ.